ഹലോ, നമുക്കിന്നൊരു നൂലുകെട്ടുണ്ട്. അപ്പൊ അതിന് പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. ലല്ലുടിനെ ഞാൻ ആദ്യം റെഡി ആക്കിയിട്ട് നിർത്തും, എന്നിട്ടാണ് ഞാൻ റെഡി ആവാറ്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആയിട്ട് അവന് ഷൂ ഇട്ട് കൊടുക്കാണ്. കുട്ടികളുടെ ഷൂവിന് ഒരു പ്രത്യേകത ഉണ്ട്, അത് രണ്ടും സെയിം കാലിന്റെ മോഡൽ തന്നെ ആയിരിക്കും. ഇനി ഞാൻ മേടിക്കുന്ന ടൈപ്പ് മാത്രം ഇങ്ങനെയാണോ അതോ നിങ്ങൾ മേടിക്കുമ്പോൾ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് പറയണേ. ലല്ലുടിന്റെ ഡ്രസ്സ് മാറുമ്പോൾ എന്തെങ്കിലും ടോയ്സ് കൊടുക്കുന്നതിന് പകരം വല്ല പ്ലാസ്റ്റിക് കവറോ പ്ലാസ്റ്റിക് ബോട്ടിലോ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ ഹാപ്പി ആയിട്ട് അവിടെ അടങ്ങിയിരുന്നോളും. റെഡി ആവലൊക്കെ കഴിഞ്ഞ് നമ്മൾ സമയത്തിന് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. എനിക്ക് നൂല് കെട്ടുമ്പോഴോ പേരിടുമ്പോഴോ ഒന്നും അവൻ വലിയ പ്രശ്നക്കാരനായിരുന്നില്ല. നൂല് കെട്ടുന്ന സമയമൊക്കെ നമ്മുടെ ലല്ലൂട്ടിനും ആള് ഹാപ്പി ആയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആളുടെ വിധം മാറി. പേരിടുന്ന സമയമാകുമ്പോഴേക്കും നമ്മുടെ ലല്ലൂട്ടിനാണ് കേട്ടോ കരഞ്ഞു തുടങ്ങിയത്. പേരിടുന്ന കുട്ടിക്ക് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അവന്റെ അച്ചാച്ചന്റെ അടുത്തേക്ക് കരഞ്ഞുകൊണ്ട് ചാടിയിട്ടുണ്ടായിരുന്നു. പിന്നെ പുറത്തുള്ള കാഴ്ചകളായിട്ട് അവരങ്ങനെ നടന്നു. ഇഷാൻ എന്നാണ് കേട്ടോ ഉണ്ണിക്ക് പേരിട്ടിരിക്കുന്നത്. അങ്ങനെ പേരിടലും നൂലുകെട്ടൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സദ്യ കഴിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. പാലട പായസം ഒക്കെ ഉണ്ടായിരുന്നു. എന്റെ ഫേവറേറ്റ് ആണ് പാലട പായസം. അതെല്ലാം കഴിച്ച് ലല്ലൂട്ടിനായിട്ട് കുറച്ചു നേരം റൂമിലിരുന്ന് കളിച്ചു. പിന്നെ കുറച്ച് സമയം നമ്മൾ ഇഷാൻ ബേബിനെ എടുത്തു. എന്റെ അമ്മ ഭക്ഷണം കഴിക്കുന്ന സമയത്തായിരുന്നു. അത് കഴിഞ്ഞ് ലല്ലൂട്ടിന് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.